ഹലോ. ഇന്ന് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ലോ ആൻഡ് പ്രൊസീജിയറൽ ലോ ഇതെന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറേ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ തന്നെ പല രീതിയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഓരോ നിയമങ്ങളും ഓരോ പോലെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഓരോ നിയമത്തിൻ്റെയും പണിഷ്മെൻറ്റ് വേറെ പോലെയാണ്. ഇവിടെ നമ്മൾ എന്താണ് സബ്സ്റ്റാൻറ്റീവ് ലോ ആൻഡ് എന്താണ് പ്രൊസീജിയറൽ ലോ. നമ്മളിപ്പോൾ BNS നോക്കുകയാണെങ്കിൽ അതൊരു സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. അതുപോലെ BNSS നോക്കുകയാണെങ്കിൽ എന്താണ്, അതൊരു പ്രൊസീജിയറൽ ലോ ആണ്. സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് പറയണ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രൊസീജിയറൽ ലോ എന്ന് പറഞ്ഞാൽ ആ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ മാത്രമാണ് സബ്സ്റ്റാൻറ്റീവ് ലോ. എന്താണ് കാര്യം മാത്രമേ പറയുള്ളൂ. നമ്മളിപ്പോൾ BNS എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു തെഫ്റ്റാണ് ഒഫൻസ്. അപ്പോൾ ആ തെഫ്റ്റ് എന്താണെന്നും പറയും, അതിൻ്റെ പണിഷ്മെൻറ്റ് എത്രയാണ് അത് മാത്രമേ ഉള്ളൂ പറയാം. BNSSലാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്. അങ്ങനെ തെഫ്റ്റ് നടന്നാൽ അതിൻ്റെ എങ്ങനെയാണ് ഒരു കേസ് എടുക്കേണ്ടത്, അതിൻ്റെ ട്രയൽ എങ്ങനെയാണ് നടക്കേണ്ടത്, അതുപോലെ അതിന് വിറ്റ്നസ്സിന് എന്തൊക്കെ ചെയ്യണം, അതുപോലെ അക്യൂസറിന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് BNSSലാണ്. ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. സബ്സ്റ്റാൻറ്റീവ് ലോസ് ആർ സ്റ്റാറ്റ്യൂട്ടറി ലോസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ പാസ് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ലോസ് ആണ് ഈ സബ്സ്റ്റാൻറ്റീവ് ലോസ് എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയർ ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംപ്രൈസ് ദ റൂൾസ് ആൻഡ് പ്രോസസ്സസ് വിച്ച് എനി കോർട്ട് ഫോളോസ് ഫോർ ഹിയറിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് ദ കേസസ്. നമ്മുടെ കേസസിന് ഹിയർ ചെയ്യാൻ അതുപോലെ കോർട്ട് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്, ആ പ്രോസസ്സ്, ഇതൊക്കെയാണ് പ്രൊസീജിയറൽ ലോസ് പറയുന്നത്. ഇനി ഇതിലെ മേജർ ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് എന്താണ് സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് നോക്കാം. സബ്സ്റ്റാൻറ്റീവ് ലോ ഡിഫൈൻസ് ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ, അതുപോലെ അവരുടെ ഡ്യൂട്ടീസ്, അവർ ചെയ്യേണ്ട കടമകൾ, അതുപോലെ അവരുടെ ലയബിലിറ്റീസ്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് സബ്സ്റ്റാൻറ്റീവ് ലോയിൽ പറയുന്നത്. The procedural law lays down the procedure for enforcing those rights and duties. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും റൈറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് അവർക്ക് ആ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റുക, അതിൻ്റെ പ്രൊസീജിയറാണ് ഈ പ്രൊസീജിയർ ലോസ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു മാക്സിമം അറിയാം, ഉബി ജസ് ഇബി റെമഡിയം. അതെന്താണ്, വെർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി. നമുക്ക് അവിടെ ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റെമഡി ലഭിക്കും. ഈ ഒരു മാക്സിമം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ സബ്സ്റ്റാൻറ്റീവ് ലോയിലെ അടുത്തൊരു ഡിഫറൻസ് എന്താ വെച്ചാൽ ഇറ്റ് ഡിറ്റർമൈൻസ് വാട്ട് ആക്ട്സ് ആർ ലീഗൽ ഓർ ഇല്ലീഗൽ. എന്താണ് ലീഗൽ, അതുപോലെ എന്താണ് ഇല്ലീഗൽ, എന്താണ് നിയമം, അതുപോലെ എന്താണ് നിയമവിരുദ്ധം എന്നുള്ള കാര്യങ്ങളാണ് സബ്സ്റ്റാൻറ്റീവ് ലോയിൽ പറയുന്നത്. പ്രൊസീജിയറൽ ലോസ് പറയുന്നത് ഇറ്റ് പ്രിസ്ക്രൈബ്സ് ഹൗ ലീഗൽ പ്രൊസീഡിങ്സ് ഷുഡ് ബി കണ്ടക്റ്റഡ്. എങ്ങനെയാണ് നമ്മുടെ ലീഗൽ പ്രൊസീഡിങ്സ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, എങ്ങനെ അത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു പ്ലെയിൻറ്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം, അതുപോലെ അതിൻ്റെ ട്രയൽ എങ്ങനെ നടത്തണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയറൽ ലോസിലാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഇറ്റ് ക്രിയേറ്റ്സ് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ഇത് നമ്മുടെ ലീഗൽ റൈറ്റ്സും ഒബ്ലിഗേഷൻസിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. Then procedural laws, it provides the mechanism for protecting and enforcing those rights. ആ റൈറ്റ്സ്, ആ അവകാശങ്ങൾ കിട്ടാനുള്ള അതിൻ്റെ മെക്കാനിസം, ആ ഒരു പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ പ്രൊസീജിയറൽ ലോസിൽ പറയുന്നത്. ദെൻ സബ്സ്റ്റാൻറ്റീവ് ലോ ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലോ. എന്താണ് നിയമം എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് സബ്സ്റ്റാൻറ്റീവ് ലോയിൽ നമുക്ക് കിട്ടുക. ആൻഡ് പ്രൊസീജിയറൽ ലോയിൽ ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഹൗ ഈസ് ദ ലോ അപ്ലൈഡ്. ഇത് ഹൗ ഈസ് ദ എങ്ങനെയാണ് നിയമം അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ സബ്സ്റ്റാൻറ്റീവ് ലോ ഇറ്റ് ഈസ് ജനറലി മോർ പെർമനൻ്റ് ആൻഡ് ചേഞ്ചസ് ലെസ് ഫ്രീക്വൻ്റ്ലി. സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്, അതിലൊരു ചേഞ്ചസ് ഒന്നും അങ്ങനെ വല്ലാണ്ട് വരില്ല. ബട്ട് in procedural law, it is more flexible and may be amended to improve code procedures. ഇത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. കാരണം എന്താണ്, ഇത് അമെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോഡ് പ്രൊസീഡിങ്സിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമുക്ക് അമെൻഡ് ചെയ്ത് പുതിയ നിയമം അതിൽ ഭേദഗതി വരുത്താം.
ആ നിയമത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനൊക്കെ പ്രൊസീജിയറൽ ലോസ് പറ്റും. ഈ സബ്സ്റ്റാൻറ്റീവ് ലോൻ്റെ എക്സാമ്പിൾസ് ആണ് ഭാരതീയ ന്യായ സംഹിത, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഇതൊക്കെ സബ്സ്റ്റാൻറ്റീവ് ലോൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്ക് BNS അതുപോലെ പ്രോപ്പർട്ടി ആക്ട്, കോൺട്രാക്റ്റ് ആക്ട് ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം അതിൽ എന്താണ് എന്ന് നമുക്ക് പറയുന്നുണ്ട്. ഒരു കോൺട്രാക്റ്റ് ആക്റ്റിൽ എടുക്കുമ്പോൾ വാട്ട് ഈസ് എ വാലിഡ് കോൺട്രാക്റ്റ്, അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരുന്നത് സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. പ്രൊസീജിയറൽ ലോസിന് ഉദാഹരണങ്ങളാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, ഭാരതീയ സാക്ഷ്യ അധിന്യം. പ്രൊസീജിയറൽ ലോസ് ആണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്, എങ്ങനത്തെ പ്രൊസീജിയേഴ്സാണ് അതിൽ ഫോളോ ചെയ്യേണ്ടത്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താണ് എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഈ പ്രൊസീജിയറൽ ലോസ് ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയറൽ ലോയും ഈ ഒരു ലോൻ്റെ 2 പാർട്ടാണ്. ഒരു ബ്രാഞ്ചിൽ തന്നെയുള്ള 2 പാർട്ടായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇതിൽ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് നിയമം എന്ന് മാത്രമേ ഉള്ളൂ പറയുന്നത്. അതിന് ഡെഫിനിഷൻസ് എന്താണ് കാര്യങ്ങൾ എന്ന് മാത്രമാണ് സബ്സ്റ്റാൻറ്റീവ് ലോയിൽ പറയുന്നുള്ളൂ. പ്രൊസീജിയറൽ ലോസിൽ ആ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം, എന്തെല്ലാം രീതിയിലാണ് അത് നടപ്പിലാക്കേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ഈ പ്രൊസീജിയറൽ ലോസിൽ പറയുന്നത്. ഈ സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയറൽ ലോസ് വെച്ചിട്ടാണ് നമ്മുടെ ലോസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ നടപ്പിലാക്കണം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ 2 ലോസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് സബ്സ്റ്റാൻറ്റീവ് ലോവും പ്രൊസീജിയർ ലോവും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്